നമ്മുടെ കേരളത്തിൻ്റെ പ്രമുഖ വ്യവസായികളെല്ലാം ഇതുപോലെ ആത്മഹത്യ ചെയ്യുകയാണ്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ആൾ ഒന്ന് രാജൻ പിള്ള, ബ്രിട്ടാനിയ കമ്പനിയുടെ വിജയശില്പിയാണ്. തീഹാർ ജയിലിൽ കിടന്നാണ് മരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായ അറ്റ്ലസ് രാമചന്ദ്രൻ, അദ്ദേഹത്തിനെ UA ജയിലിലേക്ക് തള്ളിവിടുകയായിരുന്നു. ആരാണ്? സ്വർണ്ണപ്പക, സ്വർണ്ണത്തിൽ നടന്ന പകയാണ് അദ്ദേഹത്തിനെ അന്ത്യത്തിലേക്ക് വെച്ചത്. ഇപ്പോൾ CJ ജോയ്, അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ EDയുടെ ഒരു ക്രൂരമായുള്ളൊരു പീഡനങ്ങൾക്ക് ഇരയായുള്ള വേറൊരു വ്യക്തിയുണ്ട്, കഫേ കോഫി ഉടമ. 2019 VG സിദ്ധാർത്ഥൻ, അദ്ദേഹം EDക്കെതിരെ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ CJ ജോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് പലരും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കോടികൾ ഇറങ്ങുന്ന ഒരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അവിടേക്ക് അദ്ദേഹത്തിന് പല കോടികൾ, ദശലക്ഷം കോടികൾ സഹായിച്ച വമ്പന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇദ്ദേഹം സ്വയം ഇല്ലാണ്ടായത് എന്നാണ് ഇപ്പോൾ. അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തുന്നവരോ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ കണക്കും കൃത്യമായി. നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് ഈ ടാക്സ് എന്നുള്ളൊരു എക്കണോമി വെച്ചിട്ടാണ്. അപ്പോൾ കള്ളപ്പണക്കാരെ എന്തായാലും പിടിക്കുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോൾ അത് സത്യസന്ധമായി ഇരുന്നു കഴിഞ്ഞാൽ ആരും പേടിക്കണ്ട, മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം. വല്ലവൻ്റെ കാശ് നമ്മൾ കോടികൾ വല്ലവരെയിൽ നിന്നും മേടിച്ചിട്ടാണ് ബിസിനസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഇതുപോലെ നമ്മുടെ ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. അതിലിപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന്, ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആളാണെന്ന്. ബിഗ് ബോസിൽ തന്നെ വളരെ കാലങ്ങളായിട്ട് ബിഗ് ബോസിൻ്റെ എല്ലാ സ്പോൺസറും അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ കുറേ കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ശാസ്ത്രക്രിയ നടത്തുന്നുണ്ട്, ഫൗണ്ടേഷൻ നടത്തിയതോടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ എന്ത് ചെയ്യാം, ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടായി എന്ന് പറയാം. അയാളുടെ കീഴിൽ എത്രയോ ജോലിക്കാരുണ്ട്. നെഞ്ഞത്തനടി വെടിവെച്ചത്. അതുപോലെ തന്നെ അയാളുടെ ഒരു സേഫുണ്ട്, ആ സേഫ് തുറക്കാനായിട്ട് ED ആവശ്യപ്പെട്ടു. അത് തുറക്കില്ല എന്ന് ഇയാൾ വാശി പിടിച്ചു. പക്ഷെ തുറന്നേ പറ്റുമെന്ന് പറഞ്ഞു. ശരി, തുറക്കാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ട് നെഞ്ഞത്ത് വെടിവെച്ചത്. ആദ്യം ജോലിക്കാരാണ് ഓടി വന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്ത് കൊണ്ടുവരട്ടെ. നമുക്കതൊന്നും